ഗൈസ് വെൽക്കം ബാക്ക് ടു വ്യൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒത്തിരി ഇട്ടിട്ടുണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ബാക്ക് ടു സ്കൂൾ സപ്ലൈസ് എന്ന് പറഞ്ഞൊരു വീഡിയോ. അപ്പൊ ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് അന്നൊക്കെ ഒരു ഇച്ചിരിയൊക്കെ ഉള്ളായിരുന്നു. പിന്നെ രണ്ടാമത് ഞങ്ങൾക്ക് കിട്ടി അടുത്ത വർഷം, പക്ഷെ അത് ഇട്ടില്ല. അപ്പം അന്ന് എൻ്റെ മമ്മിയുടെ ഒരു കസിനാണ് ഞങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നത് ഇതൊക്കെ. അപ്പം ഇപ്പോഴും ആ ആൻറ്റി തന്നെയാണ് ഞങ്ങൾക്ക് ഗിഫ്റ്റ് തന്നേക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഒത്തിരി സാധനങ്ങളും പിന്നെ സ്കൂളിനായിട്ട് ബന്ധമല്ലാത്ത കാര്യങ്ങളും തന്നിട്ടുണ്ട്. അപ്പം അതെല്ലാം ഞങ്ങൾ ഇങ്ങനെ കളിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ബാക്ക് ടു സ്കൂൾ സപ്ലൈസിൻ്റെ സെക്കൻഡ് പാർട്ട്. അന്ന് ഞങ്ങൾ കുഞ്ഞായിരുന്നു, ഇപ്പോൾ ഞങ്ങൾ വലുതായി. നമുക്ക് കാണിക്കാം. ആദ്യം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു കവർ മാർക്ക് സാധനങ്ങളാണ്, അത് മാർക്ക് സാധനങ്ങളാണ്. അയ്യോ കുറേയൊക്കെ താഴെ പോയി. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാ സൈഡിലോട്ട് അതിന് നമുക്ക് കവറിലെ കാര്യങ്ങൾ നമുക്ക് വെളിയിൽ വെക്കാം. ഞാൻ ഓരോ കാര്യങ്ങളുടെ ഒരു തീം പറഞ്ഞിട്ടുണ്ട്. സൈഡിലോട്ട് നമുക്ക് സൈഡിൽ എടുത്ത് കാണിക്കാം. എല്ലാ കാര്യങ്ങളും വെളിയില്ല എന്നോ പറയും. എറിയാതെ അപ്പൊ പിന്നെ ലഞ്ച് ബാഗ് ഒരു മല തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതെല്ലാം കാണിക്കാം. ലഞ്ച് ബാഗ് അപ്പൊ ഗൈസ് നമ്മൾ ഇടയ്ക്കൊരു ആള് വന്ന് നമ്മുടെ കൂടെ ചക്കുടു അപ്പൊ നമ്മൾ ആദ്യം തന്നെ ലഞ്ച് ബാഗ് കാണിക്കുന്നതായിരിക്കും. ഇന്ന് അത്ര ലഞ്ച് ബാഗ്. എന്റെ ലഞ്ച് ബാഗിന്റെ വള്ളി ഒരു ഇത് ഫിറ്റ് ചെയ്യണം. ഒരു മിനിറ്റ് ഗൈസ്, ഞാൻ എന്റെ വള്ളി ഒന്ന് ഫിക്സ് ചെയ്യട്ടെ. പക്ഷേ ഇത് ഇവിടെ അടിയിലൊരു പോക്കറ്റ്, അതങ്ങനെ. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ ലഞ്ച് ബാഗ്. ഇങ്ങനെ ഒരു നമ്മുടെ തണുപ്പും ചൂടൊക്കെ നിൽക്കുന്ന ടൈപ്പ് മെറ്റീരിയലാണ് അകത്ത്. പിന്നെ സൈഡില് ബോട്ടിൽ വെക്കാം. ഇങ്ങനെയാണ് ഗൈസ് തുറക്കുന്നത്. ഇങ്ങനെയാണ്. ഇവിടെ ബോട്ടിൽ വെക്കാം. ബോട്ടിലാണ് വെക്കുന്നത്. ഇതാണ് ബോട്ടിൽ, എന്റെ ബോട്ടിൽ ബ്ലാക്ക്. ഇങ്ങനെ കുപ്പിപ്പാൽ കുടിക്കുന്നു. അത് തന്നെ ഗൈസ്. പിന്നെ ഗൈസ് ഇതിന്റെ ബാക്ക് സൈഡിൽ ഒരു ഉറയുണ്ട്. എന്തോ ജാൻസ് സ്പോർട്സ്. ഇവിടെ എന്തെങ്കിലുമൊക്കെ വെക്കാം. മിഠായി ഒക്കെ വെക്കാം. നമുക്ക് എന്തെങ്കിലുമൊക്കെ. ആക്ച്വലി ഇത് ഓഗസ്റ്റ് ആയി ഗൈസ്. സ്കൂൾ തുറന്ന് 2 മാസമായി. അന്ന് കഴിഞ്ഞാണ് കിട്ടുക. അന്നേരം കുഴപ്പമില്ല. വാട്ടർ ബോട്ടിൽ ഫിറ്റ് ആകുമ്പോൾ എനിക്ക് പേടിയാവും. അത് തന്നെ ഗൈസ്, എനിക്ക് പേടിയാണ്. നല്ല നീളമുള്ള വാട്ടർ ബോട്ടിൽ. അപ്പൊ അതാണ് നമ്മുടെ വാട്ടർ ബോട്ടിൽ. ഇതൊക്കെ അതിനുശേഷം ഞങ്ങൾ ബ്രഷ് പെൻസ് കാണിക്കാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബ്രഷ് പെൻസ്. ബ്രഷ് പെൻസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. സ്കെച്ച് പെൻ, പക്ഷെ അറ്റത്ത് പെയിൻ ബ്രഷ് പോലെ. ഞാൻ കാണിക്കാം. ഇങ്ങനെ ബ്രഷ് പോലെ ഇങ്ങനെ ഇരിക്കും കണ്ടോ. അതാണ് ബ്രഷ് പെൻ. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ അതും കിട്ടി. അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്കൂളിൽ സഹോദരൻ എന്നൊക്കെ പറയുന്ന കോമ്പറ്റീഷനൊക്കെ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ നല്ലതാണ്. അപ്പോൾ അതാണ് ഞങ്ങൾക്ക്. എനിക്ക് ഓൾറെഡി ഇതിൻ്റെ ഒരെണ്ണം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്ക്. അപ്പം എന്നിട്ട് അടുത്തത് റെസ്പെക്റ്റ് ഇല്ല. അടുത്തത് ഇൻസ്ട്രുമെന്റ് ബോക്സ്, ജോമെട്രി ബോക്സ് എന്നും പറയും. പൊട്ടിക്കാം. അപ്പോൾ നമുക്കിത് പൊട്ടിക്കാം. പൊട്ടിക്കണം അല്ലേ പറഞ്ഞ പോലെ. ഞാൻ പെയിൻ ബ്രഷ് ഉപയോഗിക്കാം. എത്ര പൊട്ടിക്കുന്നത്? നഖം വളർത്തുന്നതിൻ്റെ ഉപയോഗമാണ്. ഞാനിങ്ങോട്ട് വന്നിട്ട് തുറക്കാവും. ഞാൻ ഇതും പെങ്ക് കിട്ടുന്നു, പക്ഷെ കുഴപ്പമില്ല. ഇപ്പൊ കാണിക്കില്ല. നഖം വളർത്തിയിട്ടൊന്നൊരു കാര്യം. നഖം വളർത്തിയിട്ടൊന്നൊരു അതാണ് ഞങ്ങളുടെ അമ്മ ഗൈസ്. നമ്മൾ തുറക്കാൻ പോവാണ്. ഇതാണ് എൻ്റെ ഔട്ടർ ലുക്ക്. അപ്പൊ ഞങ്ങൾ തുറക്കുന്നു. അകത്ത് കണ്ട് ഇങ്ങനെ ഒരു ABCDയുടെ മറ്റേ സംഭവം. പിന്നെ സ്കെയിലൊക്കെ കൊണ്ടു മോനെ. സ്കെയിലൊക്കെ കണ്ടോ. ഇങ്ങനെ ഒരുമാതിരി നല്ല സെറ്റിംഗ് ആണ്. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഇത് സംഭവം. കോമ്പസ്, ഡിവൈഡർ ഇല്ല, എല്ലാം ഉണ്ട്. ഓണേ ഇത് കണ്ടോ അതിൻ്റെ ദേഹത്തെ പാറ്റേൺ കണ്ടോ. എനിക്കാവേ കണ്ടോ ഇങ്ങനെ എല്ലാത്തിൻ്റെ മണ്ടയ്ക്ക് അങ്ങനെയാണ്. തൊലിയില്ല. ഗൈസ് അത്രേ ഉള്ളൂ. ഇൻസ്ട്രുമെന്റ് ബോക്സ്, ഷാർപ്നർ. പിന്നെ ഇതിൽ എന്താണ്ടൊക്കെ എഴുതിയിട്ടുണ്ട്. അത് അതിനെ കുറിച്ച് നമുക്കിത് നല്ല ഫ്ലെക്സിബിൾ. സ്ക്വയർ മെഷേഴ്സ് അങ്ങനെ കുറെ എഴുതിയിട്ടുണ്ട്. ക്യൂബിക് മെഷേഴ്സ് അങ്ങനെ പാറ്റൊക്കെ. അപ്പൊ ഇതിന്റെ ഇത് ഇത്രയാണ്. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം രണ്ടെണ്ണം വെച്ചോണ്ട് ഇൻസ്ട്രുമെന്റ് ബോക്സ് എന്തായാലും 2 വെച്ചോളാം. അതിനുശേഷം നമ്മൾ പെയിന്റ്. ഗൈസ് അടുത്തത് പെയിന്റ്. അയ്യോ പെയിന്റ്. അപ്പോൾ നമുക്കിത് തുറക്കാം. 12
ഇതൊക്കെ എന്താ പൊട്ടിയിരിക്കുന്നത്? അതങ്ങനെ അവസ്ഥ. എന്നെ നല്ല വൃത്തിയാണ് എത്ര എന്തായാലും ഇത് പെയിന്റാ. ഇതില് 12 കളേഴ്സ് ഉണ്ട് കണ്ടോ. പിന്നെ എന്തോന്ന് ഗൈസ് അത് അപ്പഴേ ഇളക്കി ഗൈസ്. ആദ്യമേ ഇളക്കി ഗൈസ്. അത് ചിലപ്പോ ഷിപ്പിംഗ് ഗൈസ്. ഇത് കുറെ ഒക്കെ ഡാമേജ് ആയിട്ടുണ്ട്. ഒന്നും കുഴപ്പമില്ല, കാരണം അവര് അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. അവര് ദുബായിൽ കൊണ്ടുവന്നത്. ചിലതൊക്കെ പൊട്ടിയാണ് കിടക്കുന്നത്, കുഴപ്പമില്ല. ഇതാണ് പെയിന്റ്, ഫാബർ കാസ്റ്റലിന്റെ ആണ്. നമുക്ക് ടിഫിൻ അടുത്ത ടിഫിൻ ബോക്സ്. എന്റെ ടിഫിൻ ബോക്സ് ഇതാണ്. എന്റെ ടിഫിൻ ബോക്സ് ഇതിന്റെ പ്ലാസ്റ്റിക് പൊട്ടിക്കുന്നതാണ് സാറ്റിസ്ഫൈങ്. ഇതിനകത്ത് ഷാർപ്പണ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഓ നല്ല നല്ല സോഫ്റ്റ് ഒരു ഷൈനി, പക്ഷെ സ്ക്രാച്ച് ആവും. ഷൈനി ഇതാണ്. തുറക്കാം. ക്ലാസ് ഫുൾ അറിയും തുറക്കുന്ന സൗണ്ട്. അത് തന്നെ. ഇവിടെ വേറെ കറി വെക്കാൻ പാത്രം തുറക്കുന്നില്ല. അച്ചാറൊക്കെ ഇട്ട് വെക്കാം, സോസ് ഒക്കെ ഇട്ട് വെക്കാം. നല്ല നല്ല പാത്രം. പിന്നെ അതിന്റെ അടിയിലോട്ട് മുഴുവൻ ഞാൻ സൂക്ഷിച്ച് വെക്കും. നമുക്ക് നൂഡിൽസ് തിന്നാൻ. ഇനി ഇവിടെ സാലഡൊക്കെ വെക്കാം. ഇനി ഇതൊരു ഫോർക്ക് ഉണ്ട്, അകത്ത് നൂഡിൽസോ ചോറോ മീനോ എന്താ പറയുക, ചപ്പാത്തിയോ ചിക്കൻ കറിയോ. മമ്മി മമ്മി കാണാന്നോന്നൊക്കെ പറഞ്ഞിരിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇത്തിരി ലെങ്തി ആയിരിക്കും, നിങ്ങൾ ക്ഷമിക്കണം. ഞാൻ പരമാവധി കട്ട് ചെയ്ത് ഷോർട്ട് ആക്കാം. അപ്പോൾ അതാണ് ടിഫിൻ ബോക്സ്. പിന്നെ ഒരു സ്പോഞ്ച് ഉണ്ട്, ഒരു സ്പോഞ്ച്, പിന്നെ ഒരിതും. ഇതൊക്കെ ആക്ച്വലി പെയിന്റിൻ്റെ കൂടെ വന്നതാണ്. അതായത് ഈ പെയിന്റ് ഉണ്ടല്ലോ, മറ്റൊരു പെയിന്റ് ഉണ്ടല്ലോ, അത് കാണിച്ചു. അടുത്തത് തന്നെ സ്റ്റിക്കി നോട്ട് പോസ്റ്റ് ഇട്ട് എന്ന് പറയുന്ന കമ്പനിയുടെ. എത്ര കളർ? 1 2 3 4 5 കളറുണ്ട്. ഞാൻ എൻ്റെ പൊട്ടിക്കുന്നില്ല, ഞാൻ സ്റ്റിക്കി നോട്ടുകാരനല്ല. ഏത് എന്തെങ്കിലുമൊക്കെ ചെയ്യും അറിയത്തില്ല. അതല്ലേ എനിക്ക് പണി. അടുത്ത ഞങ്ങളുടെ ഡയറിയാണ് ഗൈസ്. എനിക്ക് വേണം, നല്ല ആഗ്രഹമുള്ള സംഭവമായിരുന്നു ഡയറി. ഞാൻ പറഞ്ഞു പൗച്ച് കിട്ടി ഫ്രീ ആയിട്ട് ഗൈസ്. ഒരു കാര്യം കാണിക്കാം, ഞാൻ കാണിക്കാം. അസ്തം കിട്ടുന്ന എക്സ്പ്ലെയിൻ ഗൈസ്. അപ്പോൾ ഇതില് ഇങ്ങനെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട് കണ്ടോ. വേണ്ടേ ഇങ്ങനെ ഞാൻ കാണിക്കാം. അയ്യോ ഗൈസ്, ഇത് ഒട്ടും കേട്ടോ. ഇത് Il nomine Patris In nomine Patris et Filii et Spiritus Sancti. കുഴപ്പമില്ല, ചെറുട്ടിക്കളാം. കരയല്ല ഇനി കരയില്ല. എന്തു എന്ത് ഒട്ടി എൻ്റെ തൊട്ട്? ഗ്ലൂ അത് ഒട്ടിയിരിക്കാൻ. ഇപ്പൊ എന്ത് ഒട്ടി എൻ്റെ തൊട്ട്? ഇത് പേപ്പർ ഗൈസ് ഞാൻ കാണിക്കാം. ഇത് കണ്ട് ഇങ്ങനെ ഒരു അറ്റത്തൊരു ഹോളുള്ളൊരു പേനയാണിത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊരു പ്ലേറ്റ് കിട്ടി. പ്ലേറ്റും എന്താണ്ടൊക്കെ കിട്ടി. ഇതാണ്ട് ഗൈസ്. ഇതൊക്കെ എന്തിനാണെന്ന് ഞാൻ പറയാം, ഒരു ഡയറിയോടെ കിട്ടാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു മാതിരി ഇങ്ങനെ ബെൻഡബിൾ പീസ് ഓഫ് ഇത് ഒട്ടുന്ന ഗൈസ്. ഗ്ലൂ എടുക്കണ്ട ഒരു മറ്റേ ഡബിൾ സെറ്റ് ടേപ്പാണ് ഗൈസ് അത്. പിന്നെ എന്താ കാരണം, പിന്നെ ഈ ഡയറി ഞാൻ കാണിക്കാം. ഡയറി രണ്ടിങ്ങനെ ഇരിക്കും. ഇത് കുളമാക്കാതെ ഞാൻ ചെയ്തു തരാം. ഡയറിയുടെ ഇതിന്റെ മണ്ടക്കിരുന്ന് ഇത് എന്തിനാ കാണുന്നത്? ഇത് കണ്ടോ, ഇതിലിങ്ങനെ നമ്പേഴ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനത്തെ ബീഡ്സ് ഉണ്ട്, ബീഡ്സ് പോലത്തെ ഒരു സംഭവം. അത് വെച്ച് നമ്മൾ ഈ പടം കംപ്ലീറ്റ് ചെയ്യണം. ഈ ഗെയിം ഉണ്ടല്ലോ ഗൈസ്, ചില ഗെയിം മറ്റേ കളറിംഗ് ഗെയിം ഉണ്ടല്ലോ, അതിൻ്റെ കൂട്ടാണ്. നമ്പേഴ്സാണ് 5 5 1 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 കുറേ ഉണ്ട്. ഇതാണ് എൻ്റെ ഡയറി. നല്ല പേരൊക്കെയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ കളർ. അപ്പോൾ ഞാനിതിപ്പോഴും പൊട്ടിക്കുന്നില്ല, ഞാനിവിടെ ഇതിൻ്റെ സൈഡിൽ വെച്ച് വെക്കട്ടെ. ഞാൻ പൊട്ടിക്കട്ടെ. ഇതിങ്ങനെ എടുക്കാനാണ് ഏതാണ്ട്. എത്ര അതിൻ്റെ ഫ്രണ്ടിലത്തെ ആ കവർ കളഞ്ഞു, അതാണ് പ്രശ്നം. അവർ അപ്പോൾ അത്രേ ഉള്ളൂ. ഡയറി പൊട്ടിക്കണ്ട, അങ്ങനെ തന്നെ ഇരിക്കും. നല്ല രസമുണ്ടാകും. പക്ഷെ അടുത്തത് നമ്മൾ എല്ലാം കൺഫ്യൂഷനാണ് അവിടെ പോകുന്നത്. അപ്പം അടുത്തത് എനിക്ക് ഒരു സംഭവം കിട്ടി. എസ്തറിന് കിട്ടിയ സംഭവം ചെയ്യും ബാഗ്. അതല്ല എല്ലാവരും കാണിക്കാം. Brother,
What's that? What's that, brother? ഈസന്റെ ബാഗ് തുറന്നു നോക്കുന്നു. ആ ഗൈസ്, പണ്ടത്തെ ഞങ്ങൾ ഒമാനിൽ ലുല്ലു നടക്കുമ്പോൾ ഓരോ ബാഗിൻ്റെ സെറ്റിന് പോകുമ്പോഴത്തേക്കും വേണം ഗൈസ്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഒമാനാണ് ഇഷ്ടം. കാരണം ഒമാനിൽ കുറേ ലുല്ലുമകളൊക്കെ ആയിരുന്നു. നാടും ഇഷ്ടമാണ്, പക്ഷെ എന്നാലും ഒമാനായിരുന്നു ഇച്ചിരി രസം. ഇത് എന്റെ ബാഗ്. അപ്പോൾ എനിക്ക് എസ്തറിൻ്റെ ബാഗ് കിട്ടി. എനിക്ക് ലെഗോ അപ്പോൾ ഇത് മാർവലിൻ്റെ ലെഗോയാണ്. ഞാൻ പറഞ്ഞാണ് ഇതൊരു വില്ലൻ ഉണ്ട്. പിന്നെ ആ വില്ലൻ മാത്രമേ ഉള്ളൂ? ഇല്ല, റക്കൂണും ഉണ്ട്, റോക്കറ്റ് ഉണ്ട്. റോക്കറ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ റക്കൂണുണ്ട്. ഇതിൻ്റെ ഷൂട്ടൊക്കെ ചെയ്യും ഇങ്ങനെ. ഞാൻ ഇത് ബിൽഡ് ചെയ്യുന്ന വീഡിയോ എൻ്റെ ചാനലിലും ഈ ചാനലിലും ഇടാം. അപ്പം എനിക്ക് മനസ്സിലായിക്കോളൂ. പറയട്ടെ. പിന്നെ എനിക്ക് കിട്ടിയത് ഈ പോക്കിമോണിൻ്റെ ഒരു സംഭവമാണ്. പോക്കിബോളാണ്. ഇത് എന്തുവാന്ന് അറിയത്തില്ല, ബെൽറ്റ് പോലെയൊക്കെ ഉണ്ടോ. പക്ഷേ ഇതിൻ്റെ നടുക്ക് ഇത് ഞെക്കാൻ പറ്റും. അപ്പോൾ അതവിടെ വെച്ചേ കാണിക്കാം. പക്ഷെ ഇതെന്തുവാന്ന് സംഭവം പിടി കിട്ടില്ല. ഞാൻ നോക്കണം യൂട്യൂബിൽ. അടുത്തത് നമ്മൾ കാണിക്കാൻ പോകുന്ന പെൻ. ഇതൊരു പേന എത്രയുണ്ടോ? നമുക്ക് കിട്ടിയ പേനകളാണ്. മറ്റേ അതും കൂടെ എടുത്തേക്ക്. അപ്പോൾ കഴിച്ചിട്ടേ നോക്ക്. ഇങ്ങനെ പാറ്റേൺ, ഇങ്ങനെ ഡിസൈൻ ഉള്ളത് 2 എണ്ണം, ഡിസൈൻ ഇല്ലാത്ത ക്ലിക്കർ പെൻസ് 2 എണ്ണം, പിന്നെ ഇങ്ങനത്തെ സെപ്പറേറ്റ് ആയിട്ടുള്ള 2 പെൻ. എനിക്ക് 2 ഡിസൈൻ ഉള്ളതാ. അല്ല, നമുക്ക് സെയിം വേണ്ട. എത്ര ഈ പേന ഒരു ഇച്ചിരി ഡിഫറെൻ്റ് ആണ് എൻ്റെ ഈ പേനേക്കാളും. അപ്പോൾ അത്രയുള്ള പേനകൾ ഇവിടെ ഗ്രേ പാൻ കുറേ ഒരു മല ഉണ്ടായിട്ടുണ്ട്. ഒരു മലയുണ്ടായി. അടുത്തത് ഞങ്ങളുടെ ആണ് വൈസ്. അതാണ് വന്നപ്പോഴേ നശിപ്പിച്ചു. ഫ്ലെക്സിബിൾ ആണ്. ഇത് ഒരുമാതിരി റിയലിസ്റ്റിക് ആയിട്ടുണ്ട് കണ്ടോ. ഒരുമാതിരി ശരിക്കുള്ളൊരു പൂ നിൽക്കുന്ന പോലെ ഉണ്ട് കണ്ടോ. ഇത് ഇങ്ങനെ വാടി നിൽക്കുന്നു. എൻ്റെ പേനയാണ് ഗൈസ് ഇത്. ഞാനൊരു ബോയ് കൊണ്ടോന്നില്ല ഗൈസ്. അതുമല്ല പൗച്ച് ഞാൻ വീട്ടിൽ ഡയറിയിൽ ടീരീന്ന് പറഞ്ഞ് എഴുതിക്കണം ഗൈസ്. അടുത്തൊരു പൗച്ച് ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ കാണിച്ചു തരാം. എനിക്ക് കഴിഞ്ഞ വർഷം കിട്ടിയ സെയിം പൗച്ച് തന്നെയാണ് എനിക്ക് ഈ വർഷം കിട്ടിയത്. എനിക്കിങ്ങനെ ബ്രോക്കേഴ്സ് ആണ് ഗൈസ്. നല്ല സെറ്റ് സാധനമാണല്ലോ. ഞാനൊരു ടീനേജറാണ് ഗൈസ്. ടീനേജേഴ്സിന് എന്തിനാണ് ഗൈസ് ഇങ്ങനത്തെ അപ്പോൾ എനിക്കൊരു സിഗ്മ മാസ് കോൾഡ് പൗച്ചാണ് കിട്ടുന്നത്. പിന്നെ ഷാർപ്നർ കണ്ട. ഇതെന്തോ സാധനം? ഇത് പ്രസ് ആണ്. ഇതിങ്ങനെ ഇതിങ്ങനെ ഞെക്കുമ്പോൾ ഇത് ഷാർപ്പൺ ചെയ്തത് ഇങ്ങനെ ഇങ്ങനെ എടുത്ത് കാണാൻ പറ്റും. അപ്പോൾ എന്നിട്ട് ഇത് ഇങ്ങനെ ഞെക്കി ഇങ്ങനെ തിരിച്ച് ഇതാണ് ഷാർപ്നർ. പിന്നെയാണ് നമ്മുടെ കളർ പെൻസിൽ. എക്സ്ട്രാ ഷാർപ്പ്. അത് പെൻസിലിൻ്റെ കൂടെ കിട്ടുന്നതാണ്. പെൻസിൽ അറിയാതെ തുറന്നു പോയി. ഇതാണ് കളർ പെൻസിൽ. ഞാൻ എൻ്റെ പൊട്ടിച്ചില്ല ഇതുവരെ. ഞാൻ എൻ്റെ പൊട്ടിച്ചില്ല. എന്നാ പൊട്ടിച്ചേക്കല്ലേ. ഇത് കളർ പെൻസിലാണ്. നല്ല കളർ പെൻസിൽസ്. ഇത് ഞങ്ങൾ ഒരിക്കലും എങ്ങും കൊണ്ടുപോകത്തില്ല. ഞങ്ങളുടെ വീട്ടിൽ തന്നെ വെച്ചിട്ട് അല്ല പരിപാടി എന്തിനുണ്ടെങ്കിൽ 1-2 കൊണ്ടുപോകും. അതെ, 2 കൊണ്ടോട്ടെ. അടുത്തതാണ് ഗൈസ് ഹൈലൈറ്റർ. ഇതാണ് ഹൈലൈറ്റേഴ്സ്. ക്യൂട്ട് സോ മെനി ക്യാറ്റ്സ് എന്ന് പറയുന്ന ഹൈലൈറ്റേഴ്സ് ആണ് ഗൈസ്. ക്യൂട്ട് ഹൈലൈറ്റേഴ്സ് ആണ്. എത്ര തുറന്ന് കാണിക്കും? തുറന്ന് അടയ്ക്കാൻ ഭയങ്കരമാണ് ഗൈസ്. ഞാൻ തുറക്കുന്നില്ല. അല്ല തുറന്ന് കാണിക്കണം. തുറന്ന് കാണിക്കും. വെളിയിൽ നിന്ന് കണ്ടപ്പോൾ തുറന്ന് കാണിക്കേ. നമ്മുടെ ആൾക്കാരല്ലേ, നമ്മുടെ ഫ്രണ്ട്സ് കാണിക്കണ്ട ഗൈസ്. അപ്പോൾ എത്ര അത് കഷ്ടപ്പെട്ട് തുറക്കുന്ന സമയത്ത് ഞാൻ മാക്സിയുടെ ക്ലാസിക് ഡസ്റ്റ് ഫ്രീ എറേസർ കാണിക്കാം ഗൈസ്. അതാണ്. അങ്ങനത്തെ കുറേ കളറുണ്ട്. ഇതാണ് നമുക്ക് ഏകദേശം 3, 6, 7, 8, 9, 10 എറേസർ ഉണ്ട്. 10 എറേസർ കിട്ടിയിട്ടുണ്ട് നമുക്ക്. കുറച്ചൊക്കെ അവർക്ക് കൊച്ചു കുട്ടികൾക്ക് കൊടുക്കും. അതെ ഗൈസ്, ഞങ്ങൾ കുറച്ചൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കുട്ടികൾക്ക് കൊടുക്കും.
ഞാൻ ചെന്നിനെ അറിയാൻ ഞങ്ങൾ പേനയല്ലേ എന്നാലും ആവശ്യമുണ്ട്. അപ്പോൾ അതാണ്ടാ മറ്റേ പെയിൻ, 11 രൂപ. മറ്റേ പെയിൻ എടുത്ത് $11 11 എന്ത് എഴുതിയേക്കുന്നത് AED എന്നാണ് ഇട്ടേക്കുന്നത്. എനിക്ക് ദുബായിൽ ഇതാണ് ഇതാരണ്ട് ഉപയോഗിച്ചതല്ല എസ്തർ ഗൈസ്. ഇത് എസ്തർ. ഇതാണെങ്കിൽ എസ്തറിനാണ് ഒരു ഓർമ്മയില്ല, ഒന്നുമില്ല ഗൈസ്. ഇതാരാ നോക്കി ഇപ്പൊ ഞങ്ങൾ ഒമാനിലൊക്കെ ഞങ്ങൾ പെയിൻ്റൊക്കെ മേടിക്കുമ്പോൾ ഇങ്ങനെ പടർന്നതായിരുന്നു കിട്ടുന്നത്. അതാരും ഉപയോഗിച്ചൊന്നുമില്ല, അതങ്ങനെയാണ് കിട്ടുന്നത്. പെസ്റ്ററിന് ഇപ്പോൾ ഓർമ്മയൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്നതാണ് ഇത്. വലിയ വലിയ ആർട്ടിസ്റ്റൊക്കെ സ്പോഞ്ച് വെച്ചൊക്കെ ആ പപ്പയുടെ പറയാമോ? അപ്പോൾ അങ്ങനത്തെ ഇതാണ് ഇത്. ഇവിടെ ഒരു പെയിന്റ് ബ്രഷ്, ഇതിനകത്ത് ഇവിടെ ഒരു പെയിന്റ് ബ്രഷ് ഉണ്ട്. ഇത് പിന്നെ ഇത് പൊക്കുമ്പോൾ ഇവിടെ ഒരു പെയിന്റ് ബ്രഷ്. I am the one to shine on the come to get respect up on the street. I am the one, the way your son don't need a gun to get respect up on the street. അപ്പോൾ ഗൈസ് നമുക്ക് ഇതെടുത്ത് കുറേ ഗൈസ്. അപ്പം ഇതാണ് ഹൈലൈറ്ററും വൈറ്റ്നറും കണ്ടാൽ തിരിച്ചറിയാം. വൈറ്റ്നർ വൈറ്റ്നറാണ് ഗൈസ്. പിന്നെ ദേവിക്കിന് എനിക്ക് വെസ്റ്ററിന് നമ്മുടെ ഫാബർ കാസ്റ്റലില് ക്ലാസിക് ടൈപ്പ് ഇത് കിട്ടി. ക്ലാസിക് ടൈപ്പ് അമ്മ വിളിക്കുന്നു. ക്ലാസിക് ടൈപ്പ് സെറ്റ് കിട്ടി. വിളിക്കട്ടെ. പിന്നെ പെൻസിൽ കിട്ടി. പെൻസിലും ഞങ്ങൾ കുറെ പിള്ളേർക്കൊക്കെ ഇവരെ അടുത്തുള്ള പിള്ളേർക്കൊക്കെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ കഴിച്ച് നമ്മൾ അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഇവിടെ വീടിൻ്റെ ആർട്ടുള്ളവർക്കൊക്കെ കൊടുക്കുന്നതായിരിക്കും. പിന്നെ ഇത് ഷെയർ ചെയ്യുന്നതാണ്. മാർക്കറാണ് ഗൈസ്. ഞാൻ ഭയങ്കര ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഞാനിങ്ങനെ പടത്തിൻ്റെ വെക്കാത്തിട്ട് ഇങ്ങനെ മാർക്കർ വെച്ച് ഇങ്ങനെ വരയ്ക്കും. അപ്പോൾ അതിന് ഉപയോഗിക്കാൻ എനിക്ക് ഒരു പെൻസിൽ ഒരു ഷാർപ്പ് മാത്രം കിട്ടിയിട്ടുണ്ട്. അത് ഞങ്ങൾ ഒരു സ്പെഷ്യൽ ആൾക്ക് കൊടുക്കും. ആർക്കാന്ന് എനിക്കറിയത്തില്ല. ഞാൻ ചുമ്മാ പറഞ്ഞ ഗൈസ്. അപ്പോൾ മറിച്ച് അങ്ങനെ നമുക്കൊരു മൗണ്ടൻ ഉണ്ടായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇന്നൊരു മുട്ടാൻ കിട്ടിയായിരുന്നു ഗൈസ്. അതെന്തുവാന്ന് പോലും എനിക്കറിയത്തില്ല. അപ്പം ഞാനത് ഫ്രണ്ട് ക്യാമറയിലാക്കി കാണിക്കാം ഗൈസ്. ഇത്രയും സംഭവങ്ങൾ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇതിൻ്റെ അടിയിലൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ ഗൈസ്. അപ്പോൾ ഗൈസ് അത്രയോട് ഇന്നത്തെ വീഡിയോ. ബാക്ക് ടു സ്കൂൾ സപ്ലൈസ് വളരെ ഷോർട്ട് വീഡിയോ ആയിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലൊന്നും എക്സ്പ്ലെയിൻ ചെയ്തെടുത്തില്ല. അടുത്ത വീഡിയോ ഇത്രയോട് ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ വരുന്നവരൊക്കെ എല്ലാവർക്കും പറഞ്ഞ് ഞാൻ